നിങ്ങൾ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയത്. അല്ല, മൊത്തം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞൂടെ? പറയൂ. അല്ലല്ല, ഞാൻ അത് എടുത്തു ചോദിച്ചെന്നുള്ളൂ. കാരണം വ്യക്തിപരമായി താങ്കൾ അത് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാം, തീർച്ചയായിട്ടും പറയാം, അത് ഉൾപ്പെടെ പറയാം. ഞാനിവിടെ BJP-യുടെ വക്താവിനൊക്കെ വന്നു ചേർന്ന ഒരു ഗതികേട് ആലോചിച്ചിട്ട് ഞാൻ കൃത്യവും വ്യക്തവും മലയാളം അറിയുന്ന സകലർക്കും മനസ്സിലാകും വിധവും ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളോട് ഒരക്ഷരമില്ലല്ലോ. ഈ പർവ്വതീകരിച്ച് പറഞ്ഞ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഘചാലക് എഴുതിയ ഇന്നും പുണ്യപൂജനീയ ഗ്രന്ഥമായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന വിചാരധാരയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എങ്ങനെ കണക്കാക്കി എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. മിണ്ടാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറയാം. അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഗോമൂത്രം പോലെ. മുഖ്യമന്ത്രി പിണറായി പ്രസ് നടത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. ജന്മഭൂമിയുടെ ലേഖകൻ ഇന്ന് ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ചോദിക്കാം. അധികാരത്തിൽ വന്നിട്ട് പത്രക്കാരെ നേർക്കുനേരെ ഒന്ന് അഭിമുഖീകരിക്കാനുള്ള നട്ടല് കാണിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശിഷ്യനാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി പത്രലേഖകരെ അഭിമുഖീകരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ. ജനങ്ങൾ മനസ്സിലാക്കട്ടെ. നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ കുറിച്ച് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകാതെ നേരിട്ട് ഒരു ചോദ്യം ചോദിച്ചത്, അങ്ങ് പറഞ്ഞതിന്റെ വങ്കത്തരം മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാ. അങ്ങേക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം. നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഗാന്ധി വധത്തിൽ എന്ത് പങ്കാണ് ഉണ്ടായിരുന്നത്? അദ്ദേഹം ഗാന്ധിജിയുടെ സുഹൃത്തായിരുന്നു എന്ന് താങ്കൾക്കറിയോ? ഗാന്ധിജിയുടെ സുഹൃത്തായിരുന്നു. ഈ ഗാന്ധി വധം നടന്നതിന് ശേഷം അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു മഹാസഭയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തിയിട്ടുണ്ടോ? അദ്ദേഹം ഹിന്ദു മഹാസഭക്കാരൻ എന്ന നിലയിലല്ല മത്സരിച്ചത്. അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ഒരു ന്യായാധിപനായ പൊതുസ്വീകാര്യനായ ഒരാൾ അവിടെ മത്സരിച്ചപ്പോ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം 1-2 തെരഞ്ഞെടുപ്പിലല്ല മത്സരിച്ചത്, പല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ പിന്തുണ കൊടുത്തത്. അത് തന്നെയാണ് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറഞ്ഞത്. പിന്നെ അതിനിടയിൽ ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആള് സാങ്കേതികത്വത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ പ്രതിയായിട്ടുള്ള ആളുടെ ഫോട്ടോ പാർലമെന്റിൽ കൊണ്ടുവച്ച് മഹാത്മാഗാന്ധിയോടുള്ള കൂറു തെളിയിച്ച ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് എനിക്ക് നേരെ ഒരു ഭീഷണി. എന്താണ് ഭീഷണി? ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ എനിക്കെതിരെ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു, ഇപ്പൊ മൂക്കിൽ കയറ്റിക്കളയുന്ന. അതെ, ആ വിരട്ടലിന് വേറെ ആളെ നോക്കണം. നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയ ആളുകളെ വരുതി നിർത്താൻ നോക്കുന്നുണ്ട്. ഇത് വേറെ പാർട്ടിയാ കേട്ടോ, അത് കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ഓർക്കുന്നു, ബാബറി മസ്ജിദ് കേസിൽ വിധി വന്ന ദിവസം ഞാനൊരു 2 വരി പോസ്റ്റ് ഇട്ടപ്പോ ഇതേപോലെ തന്നെ മൂക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു. നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ അവസാനം സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി. ഞാനിപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് പലരും മാപ്പ് പറഞ്ഞിരുന്നു എന്ന്. പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, CPM-മാരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ എന്നെ അങ്ങ് തൂക്കിലേറ്റ് കേട്ടോ. അങ്ങനെ തുമ്മിയാത്രയിക്കുന്ന ജീവനാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. അതൊന്നും പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കാൻ വരരുത്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ ഒരു മെസ്സേജ് ആരും അയച്ചു പോലും. എന്റെ നാട്ടിൽ ഉപ്പുകുളം എന്ന സ്ഥലത്ത് ഒരു ശാഖയിൽ ഞാൻ പോയിട്ടുണ്ടെന്ന്. മര്യാദ വേണ്ടേ ഒരു ചർച്ചയിൽ വ്യക്തിപരമായ ഒരു കാര്യം പറയുമ്പോൾ?